SDPI ഇന്ത്യയിൽ മർദ്ദിത കീഴാള ഭൂരിപക്ഷത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ നിശ്ചയിച്ചുറപ്പിച്ച ഒരു പാർട്ടിയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് മുതൽ എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ട 800-ലധികം വരുന്ന ദേശീയവും പ്രാദേശികവുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു പോരുന്ന ഇന്ത്യയിൽ പറഞ്ഞത് 800-ലധികം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചു പോരുന്ന ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ രാജ്യത്ത് സാമാന്യവൽക്കരിക്കപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ എന്ത് അജണ്ടകളാണ് നിങ്ങളുടെ കൈവശമുള്ളത് എന്ന് ചോദിക്കുന്നവരുണ്ട്. നാളിതുവരെ ഇന്ത്യ രാജ്യം ഭരിച്ചു പോന്ന ഇന്റർനാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുമൊന്നും നൽകാനാകാത്ത എന്ത് ജനപക്ഷ വികസനമാണ് നിങ്ങളുടെ കൈവശമുള്ളത് എന്ന് സംശയിക്കുന്നവരുണ്ട്. കീഴാള ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു പോരുന്ന പ്രാദേശികവൽകൃത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത, അഥവാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ചെയ്യാൻ കഴിയാത്ത എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമാകുക എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ ഇന്ത്യയുടെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ സജീവ സാന്നിധ്യമുള്ള ഈ പ്രസ്ഥാനം എന്താണ് ജനങ്ങളോട് പറയുന്ന രാഷ്ട്രീയമെന്നും ഈ പ്രസ്ഥാനം നെഞ്ചിലേറ്റുന്ന ജനപക്ഷ വികസനം അജണ്ടകൾ എന്തൊക്കെയാണ് എന്നും ഈ രാജ്യത്ത് പുലരാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയപരമായ മാറ്റങ്ങളും സാമൂഹ്യ നീതിയും ഏത് തലത്തിലുള്ളതാണ് എന്നും പാർട്ടിയുടെ പ്രവർത്തകർ തിരിച്ചറിയുകയും അത് സമൂഹവുമായി സംവദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് SDPIയുടെ ഇടം, എന്താണ് SDPIയുടെ പ്രസക്തി എന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് നാം ഗൗരവമായി ആലോചിക്കേണ്ടത്. ഒരു കാര്യം നമുക്ക് ബോധ്യമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ഈ രാജ്യം ഭരിച്ചു പോരുന്നവർ ഇവിടത്തെ സവർണ ന്യൂനപക്ഷമാണ്. അത് ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റപ്പെട്ട മുഗൾ വംശത്തിന്റെ ഭരണകാലം മാറ്റിവെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാജഭരണത്തിന്റെ ഒട്ടുമുക്കാലും സവർണ നിയന്ത്രിത രാജവംശത്തിന്റെ ഭരണമായിരുന്നു. അതിനുശേഷം ഇന്ത്യ രാജ്യം ജനാധിപത്യം പുലർന്നുവെന്ന് പറയുമ്പോഴും ലോകത്ത് മിശ്രിതമായ സാമ്പത്തിക വ്യവസ്ഥയിൽ ഊന്നിന്നുകൊണ്ട് സോഷ്യലിസം പറയുന്ന രാജ്യമായി മാറുമ്പോഴും ഈ രാജ്യത്തെ ഭരിച്ചു പോരുന്നത് ആ മുൻഗാമികളായ സവർണ ജനവിഭാഗത്തിന്റെ അനന്തരാവകാശികൾ മാത്രമാണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ ജനാധിപത്യം പുലർന്നുവെന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ഒരു പുതിയ ഭരണക്രമീകരണം വന്നുവെന്ന് സമാശ്വസിക്കാൻ വകയുള്ള ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം ഈ രാജ്യത്തിന്റെ കീഴാള ഭൂരിപക്ഷത്തിന്റെ പുരോഗതിയോട് താല്പര്യമില്ലാത്ത, ഈ രാജ്യത്തിന്റെ മർദ്ദിത ഭൂരിപക്ഷത്തിന്റെ സാംസ്കാരിക പരിരക്ഷയ്ക്ക് അവസരം നൽകാൻ താല്പര്യമില്ലാത്ത, ഈ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വികസനമാണ് എന്ന് സമ്മതിക്കാൻ കഴിയാത്ത വരേണ്യ ഉപരിവർഗത്തിന്റെ അധികാരം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേബലിലായാലും കോൺഗ്രസിന്റെ ലേബലിലായാലും പലപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലേബലിൽ പോലും ഇവിടെ നടന്നു വരുന്നത് എന്നതാണ് ഒരു വസ്തുത. അതുകൊണ്ട് എന്താണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം? ഈ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് വരേണ്യ ന്യൂനപക്ഷത്തിന്റെ ജീവിത സൗകര്യവുമായി ബന്ധപ്പെട്ട് മാത്രം വിലയിരുത്തുന്നു. ഈ രാജ്യത്തിന്റെ ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഉപരിവർഗം പാർക്കുന്ന മേഖലകളിലെ ഗതാഗത സൗകര്യം മാത്രമായി വിലയിരുത്തുന്നു. ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത പുരോഗതി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണവർഗ ന്യൂനപക്ഷത്തിന്റെ ജീവിത പുരോഗതി മാത്രമായി വിലയിരുത്തുന്നു.
ഈ രാജ്യത്തിന്റെ കാലങ്ങളായി അവതരിപ്പിച്ചു പോരുന്ന ബജറ്റുകളിലും പദ്ധതി വിഹിതങ്ങളിലും ഈ രാജ്യത്തിന്റെ വരേണ്യവർഗത്തിന്റെ സുഖസൗകര്യത്തിന് വേണ്ടി ഫണ്ടുകൾ മാറ്റിവെക്കുന്ന, വിഹിതങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണക്കാരന്റെ പുരോഗതിക്ക് വേണ്ടി, സാധാരണക്കാരന്റെ വികസനത്തിന് വേണ്ടി, സാധാരണക്കാരന്റെ ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത, അഥവാ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ഭരണ നടപടിക്രമമാണ് 63 വർഷമായി ജനാധിപത്യ ഇന്ത്യയിൽ നടന്നു പോരുന്നത്. ഇവിടെയാണ് ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കേണ്ടത്. നാം എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ദളിത് വിഭാഗം മാറ്റത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ മാറ്റത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ യാദവ സമുദായം മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ഇന്ത്യയിലെ ദ്രാവിഡ സമൂഹം മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അത്തരത്തിൽ ഇന്ത്യയുടെ വർദ്ധിത ഭൂരിപക്ഷം ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിലെല്ലാം ഉപരി രാജ്യത്ത് നിലനിൽക്കുന്ന അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഒരു വിലാപം കൊണ്ട് മാത്രം സാമൂഹ്യ പരിഷ്കരണം, രാഷ്ട്രീയമായ പരിവർത്തനം സംഭവിക്കുമോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. കാലങ്ങളായി 63 വർഷമായി, 6.5 പതിറ്റാണ്ട് കാലമായി നമ്മുടെ മുൻഗാമികൾ ജനാധിപത്യത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വരേണ്യവർഗ സർവാധിപത്യത്തിനെതിരെ വിലപിച്ചുകൊണ്ടുപോരുകയാണ്. ആ വിലാപം നെഞ്ചിലേറ്റി അതിന്റെ അനന്തരാവകാശികളാകാൻ മാത്രം വിധിക്കപ്പെട്ടവരാണോ ജനാധിപത്യ രാജ്യത്തിന്റെ പൗരബോധമുള്ള സമൂഹം എന്നാണ് നാം ആലോചിക്കേണ്ടത്. വിലാപം കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് മാറ്റമില്ല. മാറ്റം എന്ന് പറയുന്നത് ഇടപെടൽ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. മാറ്റം എന്ന് പറയുന്നത് സമരങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. മാറ്റം എന്ന് പറയുന്നത് അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ദളിത് പീഡനമില്ലാത്തൊരു ഇന്ത്യ ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന ദളിതുകൾ, ന്യൂനപക്ഷ പീഡനമില്ലാത്തൊരു ഇന്ത്യ ഉണ്ടാകണം, എല്ലാവർക്കും നീതിയും സുരക്ഷിതത്വവും ലഭ്യമാകുന്ന ഒരു ഇന്ത്യ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ, തങ്ങളുടെ വാസമേഖലയായ വനമേഖലയിൽ കുടിയിറക്കപ്പെടാൻ പാടില്ല എന്ന് കൊതിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങൾ, ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾ മാറ്റത്തെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഇടപെടലാണ് സംഭവിക്കേണ്ടത്. ആ ഇടപെടാനുള്ള സംവിധാനം, ആ ഇടപെടാനുള്ള വേദി അതായിരിക്കണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ മാറ്റത്തിന്റെയും കൂട്ടായ്മയുടെയും പരിവർത്തനത്തിന്റെയും അധികാര പങ്കാളിത്തത്തിന്റെയും പ്രേരകമായി വർത്തിക്കേണ്ട ഘടകം SDP ആയിരിക്കണം. അത് SDP മാത്രമായിരിക്കും എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. എന്താണ് ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ? ഇവിടെ 63 വർഷമായി ഭരിച്ചു പോരുന്നവർ പറയുന്നത് ഇന്ത്യയിൽ എന്താണ് പ്രശ്നമെന്നാണ്. എന്താ ഇവിടെ പ്രശ്നം? ദളിതുകൾക്ക് എന്താ ഇവിടെ പ്രശ്നം? ഗോപിനാഥൻ സാർ അല്ലെ, ദളിതുകൾക്ക് ഇവിടെ എന്ത് പ്രശ്നമുണ്ട്? ഗോപിനാഥൻ ഡെപ്യൂട്ടി കളക്ടറായിട്ടില്ലേ? എന്താണ് ദളിതുകളുടെ പ്രശ്നം? KR നാരായണ രാഷ്ട്രപതിയാക്കിയില്ലേ? എന്താണ് ദളിതുകളുടെ പ്രശ്നം? മീരാകുമാർ, ജഗ്ജീവറാമിന്റെ മകൾ മീരാകുമാർ 15ാം ലോകസഭയുടെ സ്പീക്കറായി മാറിയില്ലേ? എന്താണ് ഇവിടുത്തെ ദളിതുകളുടെ പ്രശ്നം? എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നം? അഹമ്മദ് കേന്ദ്രമന്ത്രി സഹമന്ത്രിയായിട്ടില്ലേ? അങ്ങ് കോൺഗ്രസുകാരുടെ ഒരു നബിയുണ്ട്, എന്ത് നബിയാ? ഗുലാ നബി മന്ത്രിയായിട്ടില്ലേ? ഇങ്ങനെ പലർക്കും പലരും കിട്ടിയിട്ടില്ലേ? പിന്നെന്താണ് നിങ്ങളുടെ പ്രശ്നം? MI ഷാനവാസ് പാർലമെന്റിൽ MP അല്ലേ? ET മുഹമ്മദ് ബഷീർ MP അല്ലേ? ഇത്തരത്തിൽ എന്താണ് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നം? യാദവന്മാർക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലേ? ഈഴവ സമുദായത്തിന് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഭരിക്കുമ്പോൾ, ഞങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് കേരളത്തിന്റെ ഇടതുപക്ഷവും വലതുപക്ഷവും ദേശീയ തലത്തിൽ സവർണാധിപത്യ പാർട്ടികൾ മുഴുവനും നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ഇവിടെയാണ് നാം അറിയേണ്ടത്, നാം അറിയാത്ത ഒരു അപ്രഖ്യാപിത രാഷ്ട്രീയ അടിമത്വത്തിലാണ് നാം ഓരോരുത്തരും. അലിഖിതമായ രാഷ്ട്രീയ അടിമത്വം പേറുന്നവരായി നാം മാറിയിരിക്കുന്നു. മാറ്റത്തെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോഴും മാറ്റത്തിന്റെ വഴി കാണുന്നതിന് പകരം
സവർണ നിയന്ത്രിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ സാമാന്യവൽകൃത ശൈലി എന്ന പേരിൽ നമ്മെ പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ നാട്ടുനടപ്പെന്ന പേരിൽ പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നതിന് അവർ നൽകിയ വിവക്ഷയിൽ ഒതുങ്ങി നിൽക്കുന്ന ചില പരിമിതികൾ നാം കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് തന്നെ അസ്തിത്വം വിസ്മരിച്ചുകൊണ്ട് മാറ്റത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയ അടിമത്വത്തിലാണ്. അതിന് ഒരു ഉദാഹരണം, ഇപ്പോൾ ഈ കഴിഞ്ഞ രാജ്യസഭയിൽ 33% സ്ത്രീ സംവരണം എന്ന ബില്ലിന്റെ ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമുണ്ട്, ആ ബില്ല് ഈ രാജ്യത്തെ പാർലമെന്റിനെ വരേണ്യവൽക്കരിക്കുന്നതിന് വേണ്ടി സവർണ രാഷ്ട്രീയ ബുദ്ധികോമരങ്ങൾ ആവിഷ്കരിച്ച അപകടകരമായ ഒരു കെണിയാണ്. അതെല്ലാവർക്കും അറിയാം. അത് MI ഷാനവാസിനറിയാം. ഞാൻ പറയുന്നത് പോകട്ടെ, രാജ്യസഭയിൽ അതിനുവേണ്ടി വോട്ട് ചെയ്ത അബ്ദുൽ വഹാബിനറിയാം. അദ്ദേഹത്തോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിക്കും ET മുഹമ്മദ് ബഷീറിനും E അഹമ്മദിനും അറിയാം, ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വർദ്ധിത ഭൂരിപക്ഷത്തിന്റെ അവസരം നിഷേധിക്കൽ മാത്രമല്ല, നയരൂപീകരണ നിയമനിർമ്മാണ സഭകളിൽ നിന്നും പുറം ലോകത്തേക്ക് പിണ്ഡം വെക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഈ ബില്ല് എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ ആ ബില്ലിനെതിരെ ആർജവത്തോടെ പ്രതികരിക്കാൻ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് സാധ്യമായിട്ടില്ല. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ മുസ്ലിം എംപിമാർക്ക് സാധ്യമായിട്ടില്ല. ഞാൻ പറയുന്നത് വളരെ കൃത്യമായി ഈ അപകടത്തെക്കുറിച്ച് ബോധവും ബോധ്യവും ഉണ്ടായിട്ട് അതിനെതിരെ കാമ എന്നൊരക്ഷരം ഉരിയാടുന്നതിന് പകരം അവര് ചെയ്തത് ആ അപകടകാരികളായ ആളുകളുടെ താല്പര്യത്തോടൊപ്പം നിൽക്കുകയായി. ആ ബില്ലിന്റെ താല്പര്യം എന്തായിരുന്നുവെന്ന് സുഷമ സ്വരാജിനെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന വൃന്ദാ കാരാട്ടിന്റെ ഫോട്ടോ നമ്മെ ബോധ്യപ്പെടുത്തി. എന്താണത് നമുക്ക് ബോധ്യപ്പെടുത്തിയത്? വൃന്ദാ കാരാട്ട് സുഷമ സ്വരാജിനെ ആലിംഗനം ചെയ്തു നിൽക്കുന്നു. എന്തിന്റെ പേരിലാണ്? വൃന്ദാ കാരാട്ട് സവർണ സ്ത്രീയാണ്. സുഷമ സ്വരാജ് സവർണ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ നേതൃതലത്തിലുള്ള സ്ത്രീയാണ്. അവർ പരസ്പരം ആലിംഗനം ചെയ്യാൻ മാത്രം സവർണ താല്പര്യം പരിരക്ഷിക്കപ്പെടുന്ന, അഥവാ കഴിഞ്ഞ കാലങ്ങളുടെ രാജഭരണം, ആ ഏകാധിപത്യ ഭരണം പാർലമെന്ററി സംവിധാനത്തിലൂടെ തന്നെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു വലിയ അപകടം. അതാണ് നാം അതിനെ തിരിച്ചറിയേണ്ടത്. ലാഘവത്തോടെ കാണേണ്ട കാര്യമല്ല. പക്ഷേ കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഉൾപ്പെടെ രാഷ്ട്രീയ അടിമത്വം പേറുന്ന ദളിത് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാൻ സാധ്യമായിട്ടില്ല. തങ്ങളുടെ നിലനിൽപ്പിനെതിരാകുന്ന, തങ്ങളുടെ സ്വത്വബോധം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്ന, തങ്ങളുടെ ഈ രാജ്യത്തെ അവകാശം ഹനിക്കുന്ന ബില്ലാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാൻ അതാത് പാർട്ടികളിലെ മതന്യൂനപക്ഷ മർദ്ദിത ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾക്കും പ്രവർത്തകർക്കും സാധ്യമായില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞത്, വരേണ്യവർഗ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ അപ്രഖ്യാപിത അടിമത്വം പേറുന്ന ഒരു ജനവിഭാഗമായി നാം മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പരമ്പരാഗതമായി കോൺഗ്രസ് ആയിപ്പോയി, പരമ്പരാഗതമായി മാർക്സിസ്റ്റ് പാർട്ടി ആയിപ്പോയി, പരമ്പരാഗതമായി ജനതാദളായിപ്പോയി, പരമ്പരാഗതമായി ലീഗായിപ്പോയി എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിനെതിരെയുള്ള നടപടിക്രമങ്ങളെ പരാമർശിക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പിന്തുണയ്ക്കുകയോ അതിന്റെ സംഘാടകരായി മാറുകയോ ചെയ്യുമ്പോൾ ഒന്ന് പ്രതിഷേധിക്കാനോ വിയോജിപ്പ് പുലർത്താനോ ഈ സമുദായത്തിലെ ഈ മർദ്ദിത ജനവിഭാഗത്തിലെ അണികൾക്കോ നേതൃത്വത്തിനോ സാധ്യമാകുന്നില്ല. അവിടെയാണ് രാഷ്ട്രീയ അടിമത്വം. ഇത്തരത്തിലുള്ള ഒരു മൂഢമായ രാഷ്ട്രീയ അടിമത്വം നമ്മെ എവിടെയാണ് എത്തിക്കുക? ഈ അടിമത്വം എന്ത് പുരോഗതിയാണ് നമുക്ക് നൽകുക? ഈ അടിമത്വം എന്ത് താല്പര്യ പരിരക്ഷയാണ് നമുക്ക് നൽകുക? ഈ അടിമത്വം എന്ത് അധികാര പങ്കാളിത്തമാണ് നമുക്ക് നൽകുക? അവിടെയാണ് നാം തിരിച്ചറിയുകയും യാഥാർത്ഥ്യബോധത്തിലേക്ക് വരികയും ചെയ്യണമെന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ? ഇത്രയും കാലം ഇവരെല്ലാം ഭരിച്ചു. പോഷകാഹാര കുറവ് മൂലം പ്രതിവർഷം 20 ലക്ഷം കുട്ടികൾ മരിച്ചു വീഴുന്ന രാജ്യമാണ് ജനാധിപത്യ ഇന്ത്യ.
ആരുടെ കുട്ടികളാണ്? ദളിതന്റെയും പുലയന്റെയും മുസ്ലിമിന്റെയും യാദവന്റെയും ഈഴവന്റെയും തീയന്റെയും കുട്ടികൾ. അവരാണ് മരിച്ചു വീഴുന്നത്. ഇവിടത്തെ സവർണ വരേണ്യവർഗത്തിന്റെ മക്കളല്ല. അതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. വൈദ്യുതി ഇല്ലാത്ത 10,000 ഗ്രാമങ്ങളുള്ള രാജ്യമാണ് ജനാധിപത്യ ഇന്ത്യ. ജലസേചന സൗകര്യമില്ലാത്ത ഒരു രാജ്യമാണ് ജനാധിപത്യ ഇന്ത്യ. അറിയണം, ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ പൗരന്മാർക്ക് തുല്യമായി പങ്കുവെക്കപ്പെടാത്ത വിരോധാഭാസത്തിന്റെ ഭരണക്രമീകരണത്തിന്റെ രാജ്യമായി ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. അഴിമതിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നു ഇന്ത്യ. അഴിമതി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നമുക്കെന്താ പ്രശ്നം? ലാവലിന് അഴിമതി നടന്നു, നമുക്കെന്താ പ്രശ്നം? അതുപോലെ പാമോയിൽ അഴിമതി നടന്നു, നമുക്കെന്താ പ്രശ്നം? എക്സ്പ്രസ് ഹൈവേയുടെ പേരിൽ അഴിമതി നടന്നുവെങ്കിൽ നമുക്കെന്താ പ്രശ്നം? ഇതൊന്നും നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന ഒരു അപകടകരമായ ചിന്തയാണ് നമുക്കുള്ളത്. നാം അറിയേണ്ടത്, ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ അഴിമതിയും അഥവാ ഈ രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന് ലഭ്യമാകേണ്ട സൗകര്യങ്ങൾക്ക് പകരം കൈപ്പറ്റുന്ന അഴിമതി പണം ഈ രാജ്യത്തിന്റെ പൗരസമൂഹത്തിന്റെ ജീവിത നിലവാരത്തെ തകർക്കുന്നതാണ്. അതാണ് ലാവലിൻ ഉൾപ്പെടെയുള്ള അഴിമതികൾ നമ്മോട് പറയുന്നത്. അഴിമതിയുടെ കാര്യത്തിൽ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്നു ജനാധിപത്യ ഇന്ത്യ. ഒരിക്കൽ 986 ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുന്ന പാർലമെന്ററിയൻ മധുലിമായ പലപ്പോഴും എഴുതുകയും പറയുകയും ചെയ്തു, ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിദേശ നിക്ഷേപം ഈ രാജ്യത്തിന്റെ പ്രത്യുൽപാദന മണ്ഡലങ്ങളിൽ വിനിയോഗിച്ചാൽ ലോകത്ത് വ്യക്തിഗത സമ്പന്ന രാജ്യമായി ഇന്ത്യ രാജ്യം മാറും. ഓരോ പൗരന്മാരും സ്വാശ്രയത്വം ഭരിച്ച രാജ്യമായി ഇന്ത്യ മാറുമെന്ന് പറഞ്ഞു. അത്ര കൂടുതൽ അഴിമതി നടത്തിയ രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെയുള്ളത്. അന്ന് മദ്ലിമായ പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് അത്തരത്തിൽ ബോധ്യമുണ്ടില്ല. വളരെ കൃത്യമായ പഠനത്തിലൂടെ കഴിഞ്ഞ 6 മാസം മുമ്പ് ചില പത്രമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെയും സ്വിസ് ബാങ്ക് നിക്ഷേപത്തിന്റെ കണക്ക്. എന്താണ് സ്വിസ് ബാങ്കിന്റെ പ്രത്യേകത? ലോകത്തെ ഒരു രാജ്യവുമായി യാതൊരുവിധ സഹകരണ കരാറിലും ഒപ്പുവെക്കാത്ത രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. ആ സ്വിറ്റ്സർലൻഡിന്റെ ബാങ്കാണ് സ്വിസ് ബാങ്ക്. അതുകൊണ്ട് ഏത് രാജ്യത്തെ അഴിമതി പണവും ആർക്കും അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കാം. ആ പണം നിക്ഷേപിച്ചവരുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് അതിന് വിശദീകരണം കൊടുക്കേണ്ടതില്ല. ആ സ്വിറ്റ്സർലൻഡിന്റെ സ്വിസ് ബാങ്കിൽ ജനാധിപത്യ ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിന്റെയും റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ നിക്ഷേപം 75,000 ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്ന അഴിമതിയുടെ കാര്യത്തിൽ ഈ രാജ്യത്തിന്റെ വരേണ്യവർഗം ആർക്ക് കിട്ടേണ്ട പണമാണ്? നമ്മറിയാം. ഈ രാജ്യത്തെ കർഷകരുടെ അവസ്ഥ എന്താണ്? ഓരോ ബജറ്റുകൾ വരുമ്പോഴും കർഷകർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു അപകടം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റിൽ അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബജറ്റിലും കർഷകർക്ക് ഒരു പച്ചപ്പരവനാനി വിരിച്ചിരിക്കുന്നു. കാർഷിക മേഖല പച്ച പിടിക്കുന്നു. കോടിക്കണക്കിന് രൂപ കർഷകർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് വരേണ്യവർഗ തൽപര കക്ഷികളാൽ നിയന്ത്രിക്കപ്പെടുന്ന പുസ്തക മാധ്യമങ്ങൾ ഇവിടെ എഴുതിയത്. സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ 1,95,532 കർഷകർ ആത്മഹത്യ ചെയ്ത രാജ്യമാണ് ഇന്ത്യ. 75% ആളുകളും പ്രത്യക്ഷമായോ പരോക്ഷമായോ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഇന്ത്യയിൽ 1,95,532 കർഷകർ 12 കൊല്ലത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തുവെന്ന് പറയുമ്പോൾ എന്താണ് കാർഷിക മേഖലയുടെ അവസ്ഥ? ആരാണ് ഇത്തരത്തിൽ ഈ രാജ്യത്ത് എത്തിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ബജറ്റിൽ പറയുന്നത് കർഷകർക്ക് വേണ്ടി ഒരുപാട് ചെയ്ത് സബ്സിഡികൾ നൽകുന്നുവെന്നാണ്.
ആഗോളവൽക്കരണത്തിന്റെ പേരിൽ ഒരു സമയത്ത് എടുത്തു കളഞ്ഞ മൻമോഹൻ സിംഗിന്റെ സബ്സിഡി എടുത്തുകളയൽ സമ്പ്രദായം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ സബ്സിഡി നൽകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയുമോ, ഇങ്ങനെ ചില നക്കാപ്പിച്ചകളും കാർഷിക കടം എഴുതിത്തള്ളുന്നുവെന്ന ചില ഓലപ്പാമ്പുകളും ഇവിടെ കാണിക്കുമ്പോൾ കാർഷിക കടം എഴുതിത്തള്ളി. എത്ര ഒരു കർഷകന്റെ കടം കൂടിപ്പോയാൽ 5 ലക്ഷം രൂപ വരെ വരും. കാർഷിക കടം എഴുതിത്തള്ളുന്നു എന്ന പേരിൽ മറുഭാഗത്തെന്താ ചെയ്യുന്നത്? ഈ രാജ്യത്തെ സമ്പന്ന വർഗത്തിന് വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ 5 ലക്ഷം കോടി രൂപയാണ് എഴുതിത്തള്ളിയിട്ടുള്ളത്. 5 ലക്ഷം കോടി രൂപ ഈ രാജ്യത്തിന്റെ വരേണ്യവർഗത്തിന്റെ കടമാണ്. 1 കോടിയും 5 കോടിയും 25 കോടിയും 200 കോടിയും ഉൾപ്പെടെ ബാങ്കുകളിൽ നിന്നും കടമെടുത്ത ഇവിടത്തെ സമ്പന്ന വർഗത്തിന്റെ 5 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. ഇവിടെ എന്താ? കേരളത്തിൽ ഒരു സാധാരണക്കാരനായ ദളിതന്റെയോ മുസ്ലിമിന്റെയോ ഒരു പിന്നോക്കക്കാരന്റെയോ വീട്ടിൽ 2 മാസം കറണ്ട് ബിൽ അടച്ചില്ലെങ്കിൽ ഒന്ന് ഫീസൂരി അങ്ങ് പോകും. എന്നാൽ 10-ൽ താഴെ വരുന്ന കേരളത്തിലെ ചില ഫാക്ടറി ഉടമകൾ 450 കോടി രൂപ KSEBക്ക് കുടിശ്ശിക തീർക്കാനുണ്ട് എന്നത് കേരളത്തിന്റെ അവസ്ഥയാണ്. 10-ൽ താഴെ കമ്പനികൾ 450 കോടിയിലേറെ രൂപ ഇവിടത്തെ KSEBക്ക് കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. അവിടെ ഫീസ് ഈടാൻ ഇവിടത്തെ സവർണ നിയന്ത്രിത ഭരണകൂടത്തിന് കൈവിറയ്ക്കും. എന്നാൽ 100, 200, 500 രൂപയുടെ കുടിശ്ശിക ഒരു സാധാരണക്കാരൻ വരുത്തിയാൽ ഫീസ് ഈടി പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിലുള്ള പക്ഷപാതപരമായ നിലപാടുകൾ. ഞാൻ പറഞ്ഞത് കാർഷിക മേഖല തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ കണ്ടുപോരുന്നത്. അതുപോലെ തന്നെ വർഗീയവൽക്കരണം അപകടകരമായി നടക്കുന്നു. ഇന്ത്യ രാജ്യത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന പട്ടാളത്തിലെ ഉൾപ്പെടെ വർഗീയവൽക്കരണത്തിന്റെ ഉത്തരവാദിത്തം ഈ രാജ്യം ഭരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധ്യമാകുമോ? കേരളത്തിൽ അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി നിയന്ത്രിക്കുന്ന പ്രതിരോധ വകുപ്പിൽ ഉൾപ്പെടെയാണ് പ്രഗ്യാ സിംഗ് താക്കൂർമാർക്ക് ആദ്യച്ച് കൊടുത്ത ലഫ്റ്റനന്റ് കേണൽമാരെ കഴിഞ്ഞുകൂടിയത് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പട്ടാളത്തെ വരെ വർഗീയവൽക്കരിക്കുന്നതിലേക്ക് ഈ ഭരണകൂട പക്ഷപാതികൾ എത്തിപ്പെട്ടു. പട്ടാളത്തെ വർഗീയവൽക്കരിക്കുന്നു, രാജ്യത്തിന്റെ പൊതുമനസ്സുകളെ വർഗീയവൽക്കരിക്കുന്നു. വർഗീയവൽക്കരണത്തിലൂടെ മുതലെടുത്ത് അടിസ്ഥാന വർഗത്തെ തമ്മിലടിപ്പിച്ച് സവർണ അധികാരം നിലനിർത്തുകയെന്ന ഒരു പരിമിതമായ അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീതി നിർവഹണത്തിന്റെ കാര്യത്തിൽ വരെ പക്ഷപാതിത്വം. ഈ രാജ്യത്ത് നിരപരാധികളെ തുറുങ്കിലടയ്ക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ആളില്ലാതെ വരുന്നു. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ലിബർഹാൻ കമ്മീഷൻ ഉൾപ്പെടെ കുറ്റവാളികൾ എന്ന് പറഞ്ഞ ലോകത്തെ നമ്പർ 1 ക്രിമിനലുകളെ കയ്യാമം വെക്കാനോ ശിക്ഷിക്കാനോ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിൽ 100 കണക്കിന് മുസ്ലിങ്ങളെ കൊന്നത് 92 ഡിസംബറിലും 93 ജനുവരിയിലും കൊന്നത് ശിവസേനക്കാരായ എന്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞ താക്കറെ കുറ്റവാളിയാണ് എന്ന് ജസ്റ്റിസ് ശ്രീകൃഷ്ണൻ കണ്ടെത്തിയപ്പോൾ ശ്രീകൃഷ്ണ കമ്മീഷന്റെ റിപ്പോർട്ടിനനുസൃതമായി നടപടി സ്വീകരിക്കാൻ 24 മണിക്കൂറെങ്കിലും താക്കറയെ പ്രതീകാത്മകമായി ഒന്ന് തുറുങ്കിലടക്കാൻ നട്ടലുള്ള ഒരു ഭരണ സംവിധാനം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. മറുഭാഗത്ത് നിങ്ങൾ നോക്ക്, ഇത്തരത്തിലുള്ള നീതി നിഷേധത്തിന്റെ, വിവേചനത്തിന്റെ, അസമത്വത്തിന്റെ ഒരു സാമൂഹിക വൽക്കരണം ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ ഭരിച്ചവർ ആക്കി തീർത്തു. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഞാൻ പറയുന്നത് ജീവിത നിലവാരം. നമ്മുടെ നാട്ടിൽ 70% ആളുകളുടെയും മതന്യൂനപക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ 100-ൽ 70 ആളുകളുടെയും ഒരു ദിവസത്തിന്റെ വരുമാനം 20 രൂപയിൽ താഴെയാണ്. 20 രൂപയിൽ താഴെ എങ്ങനെയാണ് ജീവിക്കുക? ഇവിടത്തെ മേലാള വർഗത്തിന്റെ സംഗതിയല്ല. അതോടൊപ്പം തന്നെ തിരിയാത്ത ചില കണക്കുകൾ പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുന്ന ഒരു രീതി. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു,
നമ്മുടെ നാട്ടിൽ ഓരോ ആളുകളുടെയും ആളോഹരി വരുമാനം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഓരോരുത്തർക്കും വരുമാനം കൂടി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആളോഹരി വരുമാനം വർദ്ധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എവിടെയാണ് വർദ്ധിച്ചത്? നമ്മൾ പരിശോധിക്കണം. ആ പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ ഈ നാട്ടിൽ 10 ആളുണ്ടെങ്കിൽ ആ 10ൽ ഒരാൾ മുകേഷ് അംബാനിയാണെങ്കിൽ മുകേഷ് അംബാനിക്ക് ഒരു ദിവസം 10 കോടി രൂപയുടെ വരുമാനമുണ്ടെങ്കിൽ കൂടെയുള്ള 9 ആളുകൾക്കും 1 രൂപയുടെ വരുമാനമില്ലെങ്കിൽ നമ്മുടെ സവർണ ഭരണകൂടം കണക്കെടുക്കുമ്പോൾ പറയുന്നത് ഇവിടെ 10 ആളുണ്ട്, ഓരോരുത്തരുടെയും പ്രതിദിന വരുമാനം 1 കോടി രൂപ. ഇവിടെ വരുമാനമുള്ളത് ആർക്ക് മാത്രമാണ്? മുകേഷ് അംബാനിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അസീം പ്രേംജിക്ക് മാത്രമാണ്. ഇത് വെച്ചിട്ട് 1 രൂപ വരുമാനമില്ലാത്തവർക്കും വരുമാനമുണ്ട് എന്ന് പറയുന്ന പർവ്വതീകരിച്ച അഹന്തയുടെ കണക്ക് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ കീഴാള ഭൂരിപക്ഷത്തിന്റെ ജീവിത സൗകര്യമില്ലായ്മയെ പോലും മറയിടുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയത്തിലേക്കാണ് നിലവിലുള്ളവർ രാജ്യത്തെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുക? ആരാണ് ഇതിനെ ചോദ്യം ചെയ്യുക? ആർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുവെന്ന് ആര് ചോദിക്കും? നമുക്ക് കേരളത്തിലെ ചില സംഭവ വികാസങ്ങളിലേക്ക് വരാം. കേരളത്തിൽ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയായ ഭീമാപ്പള്ളിയിൽ ചെറിയ തുറയിൽ 6 മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു ഇടതുപക്ഷത്തിന്റെ പോലീസ്. കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് വെടിവെച്ചു കൊന്നു. 16 വയസ്സുള്ള ഫൈസലിനെ ഉൾപ്പെടെ നിരായുധരും നിരക്ഷരരും നിസ്സഹേരുമായ ഒരു ജനവിഭാഗത്തെയാണ് വെടിവെച്ചത്. ആ കൊല്ലപ്പെട്ടതിന് ശേഷം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെടിവെച്ച് കൊന്നത്, അതിന് ഭരണകൂടം മറുപടി പറയണം എന്ന് പറയാൻ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല. ആർ ബാലകൃഷ്ണൻ പിള്ളയുടെ കേരള കോൺഗ്രസിനോ KM മാണിയുടെ കേരള കോൺഗ്രസിനോ ഗൗരിയമ്മയുടെ JSSനോ കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിരപരാധികളായ 6 പേരെ വെടിവെച്ചു കൊന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനാധിപത്യപരമായി സമരം നടത്താനുള്ള ആർജവം അല്ലെങ്കിൽ സത്യസന്ധത ഒരു പ്രതിപക്ഷം കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടത് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അവരെ കുറിച്ച് ചോദിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. തിരിച്ചൊന്ന് ആലോചിക്ക്. ഇവിടെ വരേണ്യവർഗത്തിന്റെ 6 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ജനാധിപത്യ കേരളത്തിന്റെ സാമൂഹ്യ സ്ഥിതിവിശേഷം എന്താകും? എത്രയോ ആളുകൾ ചോദിക്കാനുണ്ടാകും. അതുപോലെ നിങ്ങൾ ആലോചിക്കുക, തിരുവനന്തപുരത്തിന്റെ വർക്കലയിൽ നടക്കാനിറങ്ങിയ ശിവപ്രസാദ് കൊല്ലപ്പെട്ടതിന്റെ പേരിൽ അച്ചടക്ക ബോധത്തോടെ ദളിത് സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന DHRM എന്ന പ്രസ്ഥാനത്തിന്റെ അതുമായി ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ, DHRMന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, DHRMന്റെ പ്രവർത്തകർക്ക് ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ DHRMന്റെ സംസ്ഥാന നേതാക്കളെ തുറുങ്കിലടച്ചു, DHRMന്റെ ജില്ലാ നേതാക്കളെ തുറുങ്കിലടച്ചു. അച്ചടക്ക ബോധത്തോടെ പ്രവർത്തിക്കുന്ന ദളിത് പ്രസ്ഥാനത്തിന് സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് വർക്കലയിലെയും കിളിമാനൂരിലെയും കൊല്ലം ജില്ലയിലെ വെളിച്ചിക്കാലയിലെയും കുണ്ടുമണിലെയും എറണാകുളത്തിന്റെ പറവൂരും ഉൾപ്പെടെ ദളിത് കോളനികളിൽ മാർക്സിസ്റ്റ് പോലീസ് നരനായാട്ട് നടത്തി. പോലീസിന്റെ ക്രൂരമായ പീഡനത്തിന്റെ പേരിൽ ഗർഭിണിയായ ദളിത് സ്ത്രീയുടെ ഗർഭമലസിപ്പോയി. അതിന്റെ പേരിൽ ഇവിടുത്തെ വരേണ്യവർഗ രാഷ്ട്രീയ നേതൃത്വം പ്രതിഷേധിച്ചിട്ടില്ല. ഈ ക്രൂര വിനോദം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഭരണകൂടം. എന്താ കാരണം? അവര് ദളിതുകളാണ് എന്ന കാരണം മാത്രമാണ്. അവർക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ ആരുമില്ല. അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല. ഇന്റർനാഷണൽ കോൺഗ്രസിൽ കുട്ടപ്പൻ എന്ന ദളിതുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സ്പീക്കറായിരിക്കുന്ന ദളിതനുണ്ട്. പക്ഷെ അവരെല്ലാം സവർണ രാഷ്ട്രീയ പാർട്ടി പറയുന്നിടത്ത് ഒപ്പുവെക്കാൻ വിധിക്കപ്പെട്ടവർ എന്നതല്ലാതെ ഈ സാധാരണ ജനവിഭാഗത്തിന് നീതി നിഷേധിക്കുമ്പോൾ ഇടപെടാനുള്ള അവസരം അവർക്കില്ല. ആരും ചോദിച്ചിട്ടില്ല എന്തിനാണ് ദളിത് വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭമലസിപ്പിച്ചത്, ആ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തുവെന്ന് ചോദിക്കുന്നില്ല. കാരണം ഒരു സവർണ സ്ത്രീയല്ല, അല്ലെങ്കിൽ ഭരണകൂടത്തോട് ഓരം ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവളുമല്ല, ഒരു സാധാരണക്കാരിയായ ദളിത് സ്ത്രീ.
ഇങ്ങനെ പോയാൽ മതി ഇന്ത്യ? ഇത്തരത്തിൽ പോകുന്ന രാഷ്ട്രമാണോ പുരോഗതി നിറഞ്ഞ രാഷ്ട്രം? ഇതാണോ ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജിന്റെ രാഷ്ട്രം? വികസനം ആലോചിക്കണം. അതുപോലെ ഇവിടെ ഭൂസമരം നടന്നു. ചെങ്കറയിലെ ഭൂസമരം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭൂപരിഷ്കരണം കൊണ്ടുവന്ന കേരളത്തിൽ 20 ലക്ഷം ആളുകൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല. ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ 3 കോടിയിലധികം ജനങ്ങൾ മാത്രം പാർക്കുന്ന കേരളത്തിൽ EMS എന്ന നമ്പൂതിരിപ്പാട് കൊണ്ടുവന്ന ഭൂപരിഷ്കരണം നടന്ന കേരളത്തിൽ 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല. ഇവിടത്തെ പൊതുസമൂഹത്തിൽ നിന്നും 14 ലക്ഷം, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും 4 ലക്ഷം, ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ നിന്നും 2 ലക്ഷം, അങ്ങനെ 20 ലക്ഷം ആളുകൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല. ആ ഭൂമിയില്ലാത്ത കേരള സംസ്ഥാനത്ത് ചെങ്ങറയിൽ ഈ രാജ്യത്തിന്റെ മക്കൾ സമരം നടത്തി, ഭൂസമരം. ആ ഭൂസമരത്തെ തകർക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ഐക്യപ്പെട്ടു. 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞ് ഹാരിസൺ ഗ്രൂപ്പ് പിടിച്ചടക്കിയ ഭൂമിയിൽ നിന്നും അവരെ കുടിയിറക്കി. 3 മാസം പിന്നിട്ടു. ഒരു പരിഹാരവും ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സമര നായകനായ ലാഹ ഗോപാലനെ തുറുങ്കിലടച്ചു മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരവാദികൾ. ആരാണ് ചോദിക്കുക? നിങ്ങൾക്കറിയോ? ഹാരിസന്റെയും ടാറ്റയുടെയും കൈവശമിരിക്കുന്ന 1,98,000 ഏക്കർ ഭൂമികൾ. ആരും അതിനെ കുറിച്ച് പറയുന്നില്ല. രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഒരു സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നു മാർച്ച് 31. ഇനി 20 കഴിഞ്ഞു മാർച്ച്. ഈ ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ, ഈ പദ്ധതി വർഷത്തിൽ ജനകീയാസൂത്രണത്തിന് വേണ്ടി മാറ്റിവെച്ച പദ്ധതി വിഹിതത്തിന്റെ 33% മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചത്. ആർക്ക് കിട്ടേണ്ട വിഹിതമാണത്? ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കിട്ടേണ്ട വിഹിതം, ഈ രാജ്യത്തെ സാധാരണക്കാര് താമസിക്കുന്ന ഗ്രാമങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം. അവിടെ ലൈബ്രറികൾ ഉണ്ടാക്കാനും, കൊച്ചു കൊച്ചു റോഡുകൾ വെട്ടാനും, കോഴി വളർത്തൽ കേന്ദ്രം തുടങ്ങാനും, ആട് വളർത്തൽ കേന്ദ്രം തുടങ്ങാനും ഉൾപ്പെടെ കുടിവെള്ളത്തിന് വേണ്ട ടാപ്പുകൾ സ്ഥാപിക്കാനും, പൊതുകിണറുകൾ കുഴിക്കാനും ഉൾപ്പെടെ വിനിയോഗിക്കേണ്ട ജനകീയാസൂത്രണത്തിന്റെ വിഹിതം, വീടില്ലാത്ത പാവപ്പെട്ടവന് വീട് കൊടുക്കാനുള്ള വിഹിതത്തിന്റെ 67% കേരളത്തിന്റെ 1000-ലധികം വരുന്ന പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസും CPM-ഉം ലീഗും BJP ഉൾപ്പെടെയുള്ളവർ അതിനെ നഷ്ടപ്പെടുത്തി. അത് സാധാരണക്കാർക്ക് കിട്ടേണ്ട വികസന വിഹിതമാണ് നഷ്ടപ്പെടുത്തി. ഒരുപാട് പഞ്ചവത്സര പദ്ധതികൾ ഇവിടെ വന്നു. അതൊന്നും ഇവിടെ വിജയം പ്രാപിച്ചിട്ടില്ല. കാരണം ഇതൊന്നും വിജയം പ്രാപിക്കണമെന്ന താല്പര്യം ഈ രാജ്യത്തിന്റെ വരേണ്യവർഗ നേതൃത്വത്തിനില്ല. കാരണം അത് അസംഘടിതരായ സാധാരണക്കാരന്റെ പ്രശ്നമാണ്. ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്താൻ രാഷ്ട്രീയ സംഘശക്തി ഇല്ലാത്ത ഭൂരിപക്ഷത്തെയാണ് ഈ അവഗണിക്കുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൂരിപക്ഷത്തിന്റെ താല്പര്യം, ഭൂരിപക്ഷത്തിന്റെ മനസ്സാക്ഷി നിയമം നിർമ്മിക്കേണ്ട സ്വഭാവമാണ് ജനാധിപത്യത്തിന്റെ പൂർണ്ണത. വോട്ട് തേടി വരുമ്പോൾ എന്താണ് പറയുക? മനസ്സാക്ഷിയുടെ അംഗീകാരം എന്നാണ് പറയുക. സമ്മർദ്ദങ്ങളില്ലാതെ വിനിയോഗിക്കേണ്ട ഒരു സംഗതിയാണ് വോട്ട് രേഖപ്പെടുത്തലെങ്കിൽ, പരസമ്മർദ്ദമില്ലാതെ മനസ്സാക്ഷിയിലോട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പ്രതിനിധികൾ ഭരിക്കുന്ന ഒരു ഭരണക്രമമാണ് ജനാധിപത്യത്തിലെങ്കിൽ ഇന്ന് അതാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരു പ്രത്യേകമായ ന്യൂനപക്ഷ സവർണ സമ്മർദ്ദത്തിൽ അവർ നിശ്ചയിക്കുന്ന അജണ്ടകൾ മാത്രം വിശകലനം നടത്തി വിനിയോഗിക്കുന്ന ഒന്നായി നമ്മുടെ വോട്ടുകൾ മാറി. എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ വരുന്നില്ല? ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ താമസിക്കുന്ന ഭൂരിപക്ഷം, ഈ രാജ്യത്തിന്റെ പട്ടിണി പാവങ്ങൾ എന്ന ഭൂരിപക്ഷം, ഈ രാജ്യത്തിന്റെ അവർണർ എന്ന ഭൂരിപക്ഷം, ഈ രാജ്യത്തിന്റെ കീഴാളർ എന്ന ഭൂരിപക്ഷം, ആ മർദ്ദിത ഭൂരിപക്ഷം ആഗ്രഹിക്കുന്ന മാറ്റം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അവർ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് എന്തുകൊണ്ട് വരുന്നില്ല? ദളിതുകളെ ആക്രമിക്കാത്തൊരു ഗവൺമെന്റുകൾ എന്തുകൊണ്ട് വരുന്നില്ല? ആദിവാസികളെ കൊന്നൊടുക്കാത്തൊരു ഗവൺമെന്റ് എന്തുകൊണ്ട് വരുന്നില്ല? നമ്മൾ ആലോചിക്കണം. എന്താണ് അതിന്റെ കാരണം? ഇവർ അസംഘടിതരാണ്.
രാഷ്ട്രീയമായി അസംഘടിതരാണ് ജനവിഭാഗം. അവരെ സംഘടിക്കാൻ അനുവദിക്കാതെ അനൈക്യത്തിലൂടെ വളർത്തി വോട്ട് ബാങ്കുകളാക്കി നിലനിർത്തുക എന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സമുദായ പാർട്ടികളുടെയും താല്പര്യം. അത് വ്യക്തിഗത താല്പര്യങ്ങളാണ്. അത് രാഷ്ട്രപക്ഷപരമായ താല്പര്യമല്ല. അത് ജനപക്ഷ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള താല്പര്യമല്ല. ചില വ്യക്തികളുടെ താല്പര്യം എന്നതിലേക്ക് അത് പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമുക്കൊരു മാറ്റം വേണ്ടത്. ഈ രാജ്യത്തിനൊരു മാറ്റം വേണ്ടേ? നീതി നിർവഹിക്കപ്പെടുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന രാജ്യമായി മാറണ്ടേ? ഇത്തരത്തിൽ ദളിത് ഗർഭിണികൾ പ്രയാസപ്പെടാത്ത, ആക്രമിക്കപ്പെടാത്ത ഒരു നീതി നിർവഹണത്തിന്റെ രാജ്യമായി നമ്മുടെ രാജ്യം മാറണ്ടേ? അതുകൊണ്ട് അവിടെയാണ് SDPI പറയുന്നത്, ഈ രാജ്യത്തിന്റെ അവർണ ഭൂരിപക്ഷം രാഷ്ട്രീയമായി സംഘടിക്കണം. അവർ തീരുമാനിക്കുന്ന, അവരുടെ കൂടി അവകാശങ്ങൾ പരിരക്ഷിക്കുന്ന രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ കൂടി വികസനമാണ് എന്ന് തിരിച്ചറിയുന്ന, സാധാരണക്കാരുടെ പക്ഷത്ത് നിന്ന് നിയമം നിർമ്മിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാകണം. ഇന്ന് 560ഓളം വരുന്ന പാർലമെന്റ് മെമ്പർമാർ കോടീശ്വരന്മാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. കോടീശ്വർ CPM-ന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും ഈ സമ്പന്നർ ഇരുന്നു കൊണ്ട് ഒരു നിയമമുണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും? സമ്പന്നർക്ക് വേണ്ടിയായിരിക്കും. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. സവർണർ ഇരുന്നു കൊണ്ട് ഒരു നിയമമുണ്ടാക്കുന്നത് അത് സവർണർക്ക് വേണ്ടിയായിരിക്കും. ഈ സവർണ സമ്പന്ന ജനവിഭാഗത്തെ കുടിയിരുത്തുന്ന ഒന്നായി രാജ്യത്തിന്റെ നിയമസഭകളും പാർലമെന്റും ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ സഭകൾ മാറിക്കഴിഞ്ഞു. അവിടെ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ കടന്നിരിക്കുമ്പോൾ മാത്രമാണ് രാജ്യക്ഷേമപക്ഷത്തു നിന്നുകൊണ്ടുള്ള ബില്ലുകൾ അവതരിപ്പിക്കാൻ സാധ്യമാകൂ. അവിടെയാണ് രാജ്യത്തിന്റെ വികസനം സാധ്യമാകുക. അവിടെയാണ് SDPI പറയുന്നത് രാഷ്ട്രീയമായി നാം സംഘടിക്കേണ്ടതുണ്ട്. രാജ്യത്തെ സർവ്വജന വിഭാഗങ്ങളും സംഘടിക്കേണ്ടതുണ്ട്. നീതിബോധത്തിൽ വിശ്വസിക്കുന്ന, സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന സർവ്വജന വിഭാഗങ്ങളും ഐക്യപ്പെടേണ്ടതുണ്ട്. വിലാപത്തിന്റെ ഒരു സമൂഹമായി അവർണ ഭൂരിപക്ഷം തുടരാൻ സാധ്യമല്ല. അവകാശബോധമുള്ളവരായി സമരസജ്ജരായി രാജ്യത്തിന്റെ ഭരണഘടന നടപ്പിലാക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടി നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സംഘാടനമായി ഈ അവർണ ഭൂരിപക്ഷം അറിയേണ്ടതുണ്ട്. അതിനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാൻ. അങ്ങനെ ഒരു മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി അതിനു വേണ്ടി ഇത്തരത്തിലുള്ള പാർട്ടി ഉണ്ടായില്ലെങ്കിൽ ആ മാറ്റം സാധ്യമല്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, പാർട്ടികളുടെ തലപ്പത്തിരിക്കുന്നവർ സവർണരാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ 15 അംഗങ്ങളിൽ 13 പേരും സവർണരായിരുന്നു. 2 പേര് അവർണർ എന്ന് പറയാവുന്ന പിണറായി വിജയനും VS അച്യുതാനന്ദനും. എന്നാൽ ആ 2 അവർണരെയും അവിടെ നിന്നും പുറത്തു ചാടിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ CPM-ന്റെ സവർണ നേതൃത്വത്തിലുള്ള രാമചന്ദ്രൻ പിള്ളയും കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരും ജയരാജൻ നമ്പ്യാരുമാർ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പരസ്പരം ആക്ഷേപങ്ങൾ ചുരിഞ്ഞവരെ തമ്മിലകറ്റി അവസാനം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ മറ്റൊരു മെമ്പറെ അവമതിച്ചു എന്ന പേര് പറഞ്ഞ് VS അച്യുതാനന്ദനെ തരം താഴ്ത്തി. പകരം അവിടെ കയറിയിരുന്നത് ആരാണെന്നറിയോ? VS അച്യുതാനന്ദൻ ചെങ്കൊടിയന്റെ വിപ്ലവം പറഞ്ഞ് പൊതുരംഗത്ത് വരുമ്പോൾ ഈ ഭൂമി ലോകത്ത് ജന്മം കൊള്ളാത്ത 22 ക്യാരറ്റ് സവർണനായ കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരാണ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ കേരളത്തിന്റെ ആദരിക്കപ്പെടേണ്ട വന്യവയോധികന് പകരം സവർണ നിയന്ത്രിത പോളിറ്റ് ബ്യൂറോയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ 14 സവർണരും ഒരു പിണറായി എന്ന ഒരവർണനുമുള്ള CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഈ രാജ്യത്തിന്റെ പട്ടികജാതി, പട്ടികവർഗ, മുസ്ലിങ്ങൾ, ദളിതുകൾ, ആദിവാസികൾ, യാദവർ ഉൾപ്പെടെയുള്ള കീഴാളമർദ്ദിത ജനവിഭാഗം എന്തെങ്കിലും നീതി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സംവരണ പ്രശ്നം വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അവർണ ജനവിഭാഗത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു.
മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കാൻ VP സിംഗ് തീരുമാനിച്ചപ്പോൾ സവർണ പക്ഷത്ത് നിന്നുകൊണ്ട് ക്രീമി ലെയർ വാദം ഉന്നയിച്ച് ആ സംവരണത്തിന്റെ സത്ത തകർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി മത്സരിച്ചു. കാരണം സുഷമാ സ്വരാജിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത വൃന്ദ കാരാട്ട് ഉൾപ്പെടുന്ന ഒരു PB ആണ് മാർക്സിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? രാജ്യത്തിന്റെ സാധാരണക്കാർ അവിടെ അജണ്ടയിലില്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പളനിയപ്പൻ ചിദംബരം, ഒരു കാര്യം നാം അറിയേണ്ടതുണ്ട്. ഇവിടെ നമ്മെ ഭരിക്കുന്നവർ ആര് എന്ന് പറയുമ്പോൾ അവരുടെ സാമ്രാജ്യത്വ വിധേയത്വം നാം അറിയണം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കുമ്പോഴും സാമ്രാജ്യത്വ ഇടപെടൽ കൃത്യമായി ഇവിടെ നടന്നു പോന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മണിശങ്കർ അയ്യർ ഓയിൽ ഡിപ്ലോമസി എന്ന വിദേശ ബന്ധത്തിന്റെ, അയൽരാഷ്ട്ര ബന്ധത്തിന്റെ, അറബ് രാഷ്ട്ര ബന്ധത്തിന് പുത്തൻ സൈദ്ധാന്തികത സൃഷ്ടിച്ച ഒരാളായിരുന്നു മണിശങ്കർ അയ്യർ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര ഓയിൽ വകുപ്പ് മന്ത്രി ആയിരുന്നു അദ്ദേഹം. ഇറാനുമായിട്ടുള്ള പാചകവാതക പൈപ്പ് ലൈൻ ഉടമ്പടിയിൽ അതുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ കഴിഞ്ഞ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് അത് ജനാധിപത്യ ഇന്ത്യയിലെ 108 കോടി ജനതയുടെ താല്പര്യമാണ്, അതുമായി മുന്നോട്ട് പോകും, അതിൽ അമേരിക്കയുടെ അഭിപ്രായം ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ 24 മണിക്കൂറിനുള്ളിൽ ജനതയുടെ ക്യാബിനറ്റ് മന്ത്രിക്ക് പുറത്തു പോകേണ്ടി വന്നു. അത്തരത്തില് സാമ്രാജ്യത്വം, സാമ്രാജ്യത്വം ജനാധിപത്യത്തിന്റെ അധികാര മണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്നു. കാരണം സവർണ സാമ്രാജ്യത്വ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പളനിയപ്പൻ ചിദംബരം വിദേശത്തെ ബ്രിട്ടീഷ് മൈനിങ് കമ്പനിയായ വേദാന്ത എന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. ആ മെമ്പർ സ്ഥാനം രാജിവെച്ച് കോടിക്കണക്കിന് ഡോളർ ആനുകൂല്യം നൽകിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുടെ താൽപര്യ പരിരക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ 15ാം ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചു. ആദ്യം വന്ന വാർത്തകൾ അനുസരിച്ച് 3000-ലധികം വോട്ടിന് പരാജയപ്പെട്ട പ്രമുഖരുടെ പട്ടികയിലായിരുന്നു P. ചിദംബരം. പിറ്റേ ദിവസം ആ P. ചിദംബരം വിജയിച്ചു എന്ന വാർത്തയാണ് നാം കേൾക്കുന്നത്. എങ്ങനെ വിജയിച്ചു? അതിന്റെ വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് അതിനുശേഷം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ഒരു പ്രത്യേകമായി ഓപ്പറേഷൻ സിസ്റ്റം കൊണ്ടുവന്നു, ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും ഒറീസയുടെയും ആന്ധ്രയുടെയും പശ്ചിമ ബംഗാളിന്റെയും ഏകദേശം 50,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം വരുന്ന വനമേഖലയിലെ ധാതു സമ്പത്ത് അദ്ദേഹം ഉദ്യോഗം വഹിച്ച ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന വേദാന്ത എന്ന ബ്രിട്ടീഷ് കമ്പനിക്ക് ഖനനം ചെയ്യാൻ സൗകര്യമൊരുക്കി കൊടുക്കാൻ ആ പ്രദേശത്തെ ജനങ്ങൾ മാവോ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർത്ത് അവരെ വെടിവെച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നു. ദളിതുകളും ആദിവാസികളുമായ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരായ സാധുക്കളുടെ നൂറുകണക്കിന് ശവങ്ങൾ ചീഞ്ഞളിഞ്ഞ നിലയിൽ പല ഭാഗങ്ങളും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? അവരെ മാവോയിസ്റ്റുകൾ, തീവ്രവാദികൾ എന്ന് പറഞ്ഞ് വെടിവെച്ചു കൊല്ലാതെ ഖനനം നടത്താൻ ചെന്നാൽ ഈ രാജ്യത്ത് പൗരബോധമുള്ളവർ സമരം നടത്തി ഒരുപക്ഷെ പശ്ചിമ ബംഗാൾ മോഡൽ സാമ്രാജ്യത്വത്തിന് തിരിച്ചടിയേൽക്കുമെന്ന് ബോധ്യം വന്നപ്പോൾ, ഭരണകൂട ഭീകരത മുട്ടുമടക്കേണ്ടി വരുമെന്ന് ബോധ്യം വന്നപ്പോൾ അവര് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ആരുടെ താല്പര്യത്തിന് വേണ്ടി? എങ്ങോട്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പോക്ക്? ഇതിൽ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? എക്കാലത്തും അവർണ ജനതയുടെ, അടിസ്ഥാന ജനതയുടെ രാഷ്ട്രീയ കൂട്ടായ്മ തകർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നതിനെ നാം ഗൗരവത്തിൽ കാണുക. അതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും. 1937 മദിരാശിയിൽ കൂടിയ ദ്രാവിഡ ന്യൂനപക്ഷ ദളിത് ഐക്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാംസ്വാമി നായ്ക്കറും മുഹമ്മദ് അലി ജിന്നയും ബാബാ സാഹിബ് അംബേദ്കറും ഐക്യപ്പെട്ട് അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇന്ത്യ വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ ഐക്യപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ, അവർണ ഭൂരിപക്ഷം രാഷ്ട്രീയമായി ഐക്യപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സവർണ ബുദ്ധി ജീവികളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിഭജനവാദം ഇവിടെ ശക്തിപ്പെടുത്തി. സി കേശവനും പി കെ കുഞ്ഞും ഉൾപ്പെടെയുള്ളവർ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ അവകാശ സമരരംഗത്ത് രാഷ്ട്രീയ ശക്തിയായി മാറിയപ്പോൾ SRCP എന്ന സവർണ ഭരണകൂടം
ശ്രീകേശവനെ പോലെയുള്ള ഈഴവസിംഹം എന്ന് പറയുന്ന അവർണ ജനവിഭാഗത്തിന്റെ സഭാധന്യനായ നേതാവിനെ തുറുങ്കിലടച്ച് പീഡിപ്പിച്ചു. അതാണ് ഭരണകൂട സവർണ ഭീകരതയുടെ സമീപനമെന്ന് നാം മനസ്സിലാക്കണം. 1980കളുടെ അവസാനം BP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി വന്ന ഈ രാജ്യത്തെ ദളിത് മുസ്ലിം ഐക്യം രാജ്യവ്യാപകമായി ശക്തിപ്പെട്ടു വന്നപ്പോൾ മറുഭാഗം രാജീവ് ഗോസ്വാമിമാരെ ആത്മഹുതി നാടകം നടത്തി ബാബരി മസ്ജിദ് തകർക്കുമെന്ന് പറഞ്ഞ് ഹിന്ദു വികാരത്തിന്റെ പേര് പറഞ്ഞ് ശുദ്ധീകരണം വളർത്തി ആ രാഷ്ട്രീയ ശക്തിയെ തകർത്തു. അതിന്റെ എല്ലാം പരിമിത ഫലമാണ് ഇന്ന് ജനാധിപത്യം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് ഒരു മാറ്റം ആവശ്യം. ആ മാറ്റം എന്ന് പറയുന്നത് ആരും നമ്മുടെ കൈക്കുമ്പിൽ കൊണ്ടുതരുന്ന ഒന്നല്ല. അത് രാഷ്ട്രീയ ബോധത്തോടെ സംഘടിച്ചുകൊണ്ട് സമരസജ്ജരായിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി ജനാധിപത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരരംഗത്ത് ജീവൻ കൊടുത്ത ഒരുപാട് മഹാത്മാക്കളുണ്ട്. രാജ്യത്തിന്റെ നിർമ്മാണ രംഗത്ത് നിസ്സീമമായി സമർപ്പിച്ച അതുല്യമായ നിർമ്മാണ സംഭാവനകൾ രാജ്യത്ത് നൽകിയ, രാജ്യത്തിന്റെ ശോഭനമായ ഭാവിയുടെ മുന്നിൽ ജീവാർപ്പണം നടത്തിയ ഒരുപാട് മഹത്തുക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ധീരരായ രക്തസാക്ഷികളും വീരരായ ഭരണഘടനാ ശില്പികളും സമരസേനാനികളും ഉൾപ്പെടെയുള്ളവർ അവരെല്ലാം ലക്ഷ്യം വെച്ച ഗ്രാമസ്വരാജ്യധിഷ്ഠിതമായ സർവ്വജന വിഭാഗങ്ങൾക്കും തുല്യനീതി കിട്ടുന്ന, തുല്യമായ പരിഗണന കിട്ടുന്ന, ആരുമാരാലും ആക്രമിക്കപ്പെടാത്ത, ജാതി മേധാവിത്വത്തിന്റെ പേരിൽ അവർണ ജനവിഭാഗം ആക്രമിക്കപ്പെടാത്ത, ദളിതുകൾ ജീവനോടെ ചുട്ടരിക്കപ്പെടാത്ത, മസ്ജിദുകൾ തകർക്കപ്പെടാത്ത, ദളിത് കോളനികൾ ആക്രമിക്കപ്പെടാത്ത, സർവ്വ നന്മകളും ുകൊണ്ട് ജനപക്ഷത്തു നിന്നുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി നിയമമുണ്ടാക്കുന്ന ഒരു പാർലമെന്റ്, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭരണ സംവിധാനം, അതാണ് ഇന്ത്യ രാജ്യത്തും ഉണ്ടാകേണ്ടത്. ആ പാർലമെന്ററി സ്വഭാവത്തിൽ ആദ്യത്തെ ചുവടുവെപ്പ് SDPI ആണത്വത്തോടെ സാധ്യമാക്കിയത് രാജസ്ഥാനിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുഖമുടിയായ BJPയുടെ ആള്, സവർണ രാഷ്ട്രീയത്തിന്റെ കാവലാളുകൾ എന്ന് പറയുന്ന BJPയുടെ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാജസ്ഥാൻ തുടക്കം കുറിച്ചുവെങ്കിൽ അതൊരു ശുഭസൂചനയാണ്. ജനാധിപത്യ ഇന്ത്യയുടെ ഭൂരിപക്ഷം തിരിച്ചറിഞ്ഞ രാഷ്ട്രീയം നെഞ്ചിലേറ്റി അവർണ മർദ്ദിത ഭൂരിപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് നാളെയുള്ള ശുഭകരമായ ഒരു ഇന്ത്യക്ക് വേണ്ടി ഐക്യപ്പെടാൻ ആഹ്വാനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന ഈ ആശയം ഓരോരുത്തർക്കും പങ്കുവെച്ചുകൊണ്ട് ഈ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു പുത്തൻ കൂട്ടായ്മ നമുക്ക് ശക്തിപ്പെടുത്താൻ അതിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് SDPI. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.